പഠിത്തത്തെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതല്ല, കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാണ് എനിക്ക് നല്ല മാർക്ക് ലഭിക്കാൻ സാധിക്കും. വെരി ഗുഡ്. അപ്പം ട്യൂഷനും ഇല്ല, മറ്റൊന്നും ഇല്ലെങ്കിലും നല്ല ഉന്നതമായ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് ഇതിന്റെ തെളിവായിട്ടാണ് എൽസ നിൽക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ എൽസന് ഇത്ര A+ ഒക്കെ മേടിച്ചപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എവിടെ എത്തിച്ചേരണമെന്ന്. അങ്ങനെ വല്ല ലക്ഷ്യമല്ലോ? സ്വർഗത്തിൽ എത്തിച്ചേരാണ്. അത് സ്വർഗത്തിൽ എത്തണമെന്നല്ലേ ആഗ്രഹം. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് ഒരു ഉന്നതമായ ഒരു പദവി കിട്ടണമെങ്കിൽ അതെന്തായിരിക്കും ആഗ്രഹിക്കുക? ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല, നോക്കാം. അല്ല, അങ്ങനെ ചിന്തിച്ച കർത്താവിന്റെ കരുണ പോലെ ഇരിക്കും. അപ്പം മറ്റൊരു ലക്ഷ്യമായിട്ട് അങ്ങനെയില്ല? ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? അത് പഠിച്ച് കർത്താവിന്റെ ഹിതം പോലെ ജീവിച്ച് മറ്റുള്ളവർ മുമ്പിൽ മാതൃകയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ഉന്നതമായ വിജയം നേടിയിട്ട് ഇറങ്ങാൻ തയ്യാറാണ്? കർത്താവ് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. മോളോട് ചോദിക്കാനുള്ളത്, ഇത്ര നല്ല മാർക്കൊക്കെ മേടിച്ചു, അതില് സന്തോഷമാണോ? സന്തോഷമുണ്ട്. ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അനേകം പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ എത്ര പഠിച്ചാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വിജയത്തിൽ നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ അനേക കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളുടെ ജീവിതവും ഈ സ്കൂൾ ജീവിതത്തിൽ അത് എങ്ങനെ താരതമ്യം ചെയ്യാനായിട്ട് കഴിയും? അവര് പഠിച്ചതുപോലെ പഠിച്ചോ, അതോ അല്ലാതെ അവര് ജീവിച്ചതുപോലെയാണോ ജീവിച്ചത്? ആത്മീയ കാര്യങ്ങൾക്കാണോ മുൻതൂക്കം കൊടുത്തത്? എങ്ങനെയായിരുന്നു? വ്യത്യസ്തമായൊരു ജീവിതമായിരുന്നു? എന്നെക്കാളും നല്ലതായിട്ട് പഠിക്കുന്ന ഒത്തിരി പിള്ളേർ എൻ്റെ ക്ലാസ്സിലുണ്ട്. പക്ഷേ അവർ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബ്രദറായിട്ടുള്ളത്. ബാക്കി എല്ലാവരും വേറെ മതക്കാരാണ്. അതിൽ നല്ലൊരു സാക്ഷ്യപ്പെടുത്താൻ തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ബ്രദറുകാരിയാണെന്നുള്ളത് മറ്റുള്ള എല്ലാവർക്കും അറിയാമായിരുന്നോ? അറിയാം. ഞങ്ങളിങ്ങനെ ഈ മതത്തിന് വേണ്ടിയിട്ടുള്ള ചില പേപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് അറിയാവുന്നത്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബ്രദറെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ബ്രദറുകാരി എന്ന നിലയിൽ കർത്താവിനെ കുറിച്ച് കൂട്ടുകാരോടൊക്കെ പറയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ സന്തോഷം തോന്നിയിട്ടുണ്ട്? സന്തോഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാരാ? ഞാൻ ടീച്ചേഴ്സ് സഹായിച്ചു. അല്ല, എന്റെ മാതാപിതാക്കള് ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വിജയത്തിൽ എത്താൻ സാധിച്ചത്. ദൈവം ആവശ്യമായ ബുദ്ധിയും തന്നു. ഓക്കെ, വെരി ഗുഡ്. ഈ സന്ദർഭത്തിലൂടെ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഇനി തുറന്നുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോഴും ഏത് കാര്യത്തിനാണ് ഇനി മുൻതൂക്കം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പഠനത്തിനാണോ, ആത്മീയമായ കാര്യങ്ങൾക്കാണോ? ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ പഠനവും ആവശ്യമാണ്. ഈ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തതുകൊണ്ട് പഠനത്തിൽ മോശമാണ്, അല്ലെങ്കിൽ അത് നഷ്ടമായി പോയെന്ന് വല്ല തോന്നലുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഞാൻ പഠിച്ചതിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ ഞാൻ അധികം ഒന്നും മുടക്കിയിട്ടില്ല. അപ്പം ആത്മീയ കാര്യങ്ങൾ മുടക്കാതെ പോകുന്നത് കൊണ്ടും നല്ല മാർഗം മേടിക്കാൻ കഴിയും അല്ലേ? മോൾക്ക് എന്ത് തോന്നുന്നത് പഠനത്തെ കുറിച്ച്? സന്തോഷമുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കാൻ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് നിൽക്കാൻ സാധിച്ചത് തന്നെ. ഞാൻ പഠനത്തിലല്ല എന്റെ ദൈവമായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. E to Z ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയതെന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ച് ഒരു ഉന്നത നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ ജീവിതത്തിൽ മുൻസ്ഥാനം ആർക്കായിരിക്കും കൊടുക്കേണ്ടത്? തീർച്ചയായും ദൈവത്തിന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള പഠനത്തിലും അത് തന്നെ ചെയ്യുമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇനിയും പഠിച്ച് മുൻപോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം ജീവിതത്തിലുണ്ടോ? ഞാൻ ദൈവഹിതത്തിനായിട്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദൈവഹിതത്തിനായിട്ട്. ദൈവഹിതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സുവിശേഷകന്റെ ഭാര്യയാകണം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. മോൾക്ക് പഠനത്തെ കുറിച്ച് എന്താ? തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് ഈ SBS ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് നിങ്ങളിങ്ങനെ ആദരിക്കുന്നതിൽ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് നന്ദിയുണ്ട്. അവരോട് നന്ദി, സ്നേഹവും കടപ്പാടും ഉണ്ടായിരിക്കും. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയില്ലല്ലോ, അതിപ്പം എന്ത് ചെയ്യാം? വിഷമമുണ്ട്. ഓക്കെ. അപ്പൊ ഈ നാളിൽ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പം ഇനിയുള്ള കാലങ്ങളിലോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് സംഘാടകരോട് അഭ്യർത്ഥിക്കുകയാണ്, ഇതുപോലുള്ള പ്രോഗ്രാം നടത്തണമെന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുകയും ദൈവത്തെ ആദരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം നിങ്ങളെയും ആദരിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അതുകൊണ്ട്
ദൈവത്തെ ആരൊക്കെ ആദരിച്ചിട്ടുണ്ടോ മാനിച്ചിട്ടുണ്ടോ അവരെയും ദൈവം ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആദരിച്ചു, അതുകൊണ്ട് ദൈവം അവരെ ആദരിച്ചു. വരും ദിവസങ്ങളിലും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് പ്രയോജനമുള്ളവരായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇനി തുടർന്നുള്ള പഠനങ്ങളിൽ പോകുമ്പോഴും ഇതുപോലെ തന്നെ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പോകുവാനായിട്ട് ഇടയാടി തീരട്ടെ. അങ്ങനെ ഉന്നതമായി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ഷെയർ ചെയ്യായിരുന്നു. പത്തനംതിട്ട സെന്ററിൽ നിന്നും ഉന്നതമായ നിലകളിൽ എത്തിച്ചേർന്ന ചിലരെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷെ അതിൽ പലതിനും ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. കാരണം ചിലരൊക്കെ BSc കഴിഞ്ഞപ്പോഴേ നിർത്തി. പിന്നെ അങ്ങനെ അതിന്റെ അപ്പുറത്തെ ഒരു സ്റ്റെപ്പിലേക്ക് പോയ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പഠനത്തിൽ എത്രയും ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ കഴിയുമോ ആ നിലയിൽ എത്തിച്ചേരാനായിട്ട് ഏറ്റണം. ഈ അടുത്ത ദിവസം ഞാൻ തൃശ്ശൂര് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലെ മകളെക്കുറിച്ച് ഞാൻ എന്നോട് പറഞ്ഞത്, ഈ പ്രാവശ്യത്തെ നേവിയിൽ ലെഫ്റ്റനന്റ് കേണലായിട്ട് നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത് ഇന്റർവ്യൂ പാസ്സായി അതിന് സെലക്ഷൻ ആകാനിടയായി തീർന്നു. ഞാൻ അത് കേട്ട് അന്തിച്ചു പോയി. അങ്ങനെ ആർക്കും കിട്ടുന്ന ഒരു ഇതില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അത്രമാത്രം കഴിവുകളുണ്ട് എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഉന്നതമായ നിലകളിൽ എത്തിച്ചേരാനായിട്ട് ദൈവം കൃപ നിങ്ങൾക്ക് തരട്ടെ. ദൈവനാമം നിങ്ങളോട് മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ നിലയിൽ ഒരു ഇന്റർവ്യൂ നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഉയർന്ന മാർക്കുകൾ വാങ്ങിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു മാതൃകയായിരിക്കാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ബ്രദർ ജോബി ഒരു പാട്ടിന്റെ 2 സ്റ്റാൻസ പാടുന്നതാണ്. തുടർന്ന് അവാർഡ് ഡിസ്ട്രിബ്യൂഷനാണ്. അത് ലീഡ് ചെയ്യുവാനായി ബ്രദർ ബിനു സാമുവലിനെ ക്ഷണിച്ചോളൂ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏറിയ നാളുകളായിട്ട് SBS പത്തനംതിട്ട സെന്റർ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിജയം കരസ്ഥമാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ക്രമീകരണം ചെയ്യുക എന്നുള്ളത്. അതിന് ഈ നിലയെ സംജാതമാക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിന് സകല നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം നൽകിയത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആഗ്രഹിച്ച് ഈ വിവരം ചിലരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു മടിയും കൂടാതെ
സഹായിക്കുവാനായിട്ട് പല പ്രിയപ്പെട്ടവരും മുൻപോട്ട് വന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് ഇവിടെ ക്യാഷ് അവാർഡ് വിതരണമാണ് നടക്കുന്നത്. അതായത് +2-ലും 10ാം ക്ലാസ്സിലും ഈ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ സെന്ററിൽ വാങ്ങിയതായിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. 2500 രൂപ അടങ്ങുന്ന ഒരു ക്യാഷ് അവാർഡാണ് ഒരാൾക്ക് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ജെമാർട്ട് സൂപ്പർ മാർക്കറ്റ് ബ്രദർ CO ജോൺസൺ, ബ്രദേഴ്സ് ഏജൻസീസ് കുമ്പളാംബിക ബ്രദർ TC തോമസ്, ഷാലോം സ്റ്റുഡിയോ മലശ്ശേരി ബ്രദർ മോനച്ചൻ, റിയാൻ സ്റ്റുഡിയോ എലന്തൂർ ബ്രദർ ജോ, അതുല്യ ഷോപ്പിംഗ് ബ്രദർ നോയൽ, നോബൽ വുഡ്സ് ആൻഡ് സോമിൽ എലവന്തട്ട ബ്രദർ അലക്സ് കുട്ടി MP ആൻഡ് ബ്രദർ ജോസ് ഫിലിപ്പ് കുമ്പഴ തുടങ്ങിയവരാണ് ഇതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തു തന്നത്. അവരെ പ്രത്യേക സുവിശേഷം ബാലസംഘം പത്തനംതിട്ട സെന്റർ പേരിലുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇത് വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ആരെയാണ് ഇതിലേക്ക് വിളിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ അതൊരു ഞങ്ങൾക്കൊരു ചിന്തയായിട്ട് ഇരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ, അഥവാ പത്തനംതിട്ട സെന്ററിലും ചുറ്റുപാടുകളിലും ഏറ്റവും ഉന്നതമായ നിലകളിൽ തന്നെ അക്കാഡമിക്കലായിട്ട് ഉള്ള ആളുകളും അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിലും നല്ല നിലയിലുള്ള ആളുകളെ നമുക്ക് നോക്കാം എന്നുള്ള നിലയിലാണ് ചിലരെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ആ നിലയിൽ ഇവിടെ ചില മാന്യ വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരവരുടെ പ്രൊഫഷനുകളിൽ ഉന്നതമായിരിക്കുന്ന നിലവാരം പുലർത്തുന്നതായ പ്രിയപ്പെട്ടവരാണ്. അവരാണ് ഈ അവാർഡ് വിതരണം നടത്തുന്നത്. ആദ്യമേ +2 ഡിസ്ട്രിബ്യൂഷൻ അഥവാ +2-ന് മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടികൾക്ക് ഉള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിനായിട്ട് ഡോക്ടർ നോബലിനെ ഞാൻ ക്ഷണിക്കുന്നു. നോബൽ മൈലപ്ര. അദ്ദേഹം തന്റെ പ്രൊഫഷണൽ രംഗത്ത് ഉന്നതമായ നിലവാരം പുലർത്തുന്നതായ ഒരു വ്യക്തിത്വമാണ്. തന്നെ ഈ സന്ദർഭത്തിൽ ഈ കാര്യത്തിനു വേണ്ടി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു. പലപ്പോഴും ഇങ്ങനെയുള്ളവരെ നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഈ അവസരത്തിൽ അദ്ദേഹത്തെ ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് CBSE-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച പ്രൈസ് ബാബു എബ്രഹാം 425 മാർക്ക് മേടിച്ച ആ കുട്ടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നത് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ICSE-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്നത് ബെൻസി സാറാം ബെന്നി എലന്തൂരാണ്. അദ്ദേഹം മോളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. 413 മാർക്ക് മേടിച്ചിട്ടുണ്ട് ബെൻസി സാറാം. കേരളയില് കൂടുതൽ മാർക്ക് മേടിച്ചത് ജെമി തോമസ് കുമ്പഴയാണ്. 1124 മാർക്കാണ് വാങ്ങിയത്. പ്രിയമോളെ ക്യാഷ് അവാർഡിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബ്രദർ നോബൽ. ഈ ശുശ്രൂഷയിൽ വന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ഈ ശുശ്രൂഷ നിർവഹിച്ചതിന് വളരെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ +2-ലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വർഷം ബാലസംഘത്തോടുള്ള ബന്ധത്തിൽ അവർ ഔട്ടാകുകയാണ്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്ക് ബാലസംഘവുമായിട്ട് ബന്ധപ്പെടുവാനും ഇവിടെയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാനും നിങ്ങൾ കഴിയണം. മാത്രമല്ല ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഭൗതികമായ നന്മയിലും ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇനി 10ാം ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാഷ് അവാർഡ് കൊടുക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഡോക്ടർ രാജു മേക്കുഴൂരാണ്. അദ്ദേഹം മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇവിടെ ഇരിക്കുന്ന പലരും മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിയുകയില്ല. കാരണം താൻ അനസ്തേഷ്യസ്റ്റാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് ചെന്നാലേ പുള്ളിയെ കാണാൻ പറ്റുകയുള്ളൂ. എല്ലാവരും മയക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ നിലയിൽ ഈ കാര്യത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് ഈ നിലയിൽ കടന്നു വന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ അവാർഡ് നൽകുന്നതാണ്. ഈ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് CBSE സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച സ്റ്റാനിയ തോമസ് 98% മേടിച്ച ICSE-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച അക്സ മറിയം ബെന്നി എലന്തൂർ ഈസ്റ്റ്
488 മാർക്ക് മേടിച്ചു. കേരളയില് എൽസൺ രാജൻ അബ്രഹാം മുണ്ടുകോട്ടയ്ക്കൽ 10 A+ മേടിച്ച. താങ്ക് യു വെരി മച്ച്. ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഇവിടേക്ക് അയച്ചു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഉന്നതമായ നിലകളിൽ എത്തിയവരാണ്. അവരാണ് ഈ അവാർഡ് നിങ്ങൾക്ക് തന്നത്. നിങ്ങളും അവരെക്കാൾ ഉന്നതമായ നിലകളിൽ എത്തിച്ചേരണം. ദൈവം അതിനായിട്ട് ആവശ്യമായ കൃപ തരുമാറാകട്ടെ. ഇനിയും ട്രോഫി ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ട്രോഫി കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും പലരോടും പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വിളിച്ചത് വടശ്ശേരിക്കര രാജു കെ തോമസിനെയാണ്. ഇങ്ങനൊരു കാര്യത്തിന് 1-2 പേരെങ്കിലും ട്രോഫി കൊടുക്കാനായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 1-2 പേർക്കല്ല, മുഴുവൻ പേരുടെയും ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുഴുവൻ പേർക്കും ഉള്ളത് 2 നിലകളിലാണ്. അതായത് സ്പോൺസർഡ് ബൈ വിംറോക്ക് ആൻഡ് കല്ലോത്ത് ഗ്രൂപ്പ് ആൻഡ് അദ്ദേഹത്തിന്റെ ചുമതലയിൽ നടക്കുന്ന ക്രിസ്തീയ ദർശനം മാഗസിൻ, ഇതിന്റെ 2ന്റെയും പേരിലാണ് ഈ അവാർഡ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ കാര്യത്തിൽ സഹകരിച്ച പ്രിയ രാജു കെ തോമസ് അവരോടുള്ള പ്രത്യേകമായ നന്ദി സുവിശേഷം ബാലസംഘത്തിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ തന്നെ ഞാൻ ക്ഷണിക്കുന്നു. രാജു കെ തോമസ് തന്റെ ബിസിനസ്സിൽ താനും ദൈവകൃപയാൽ ഇത്രത്തോളം വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതികമായ നന്മയിലും താൻ ആ നിലയിൽ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, ആത്മീയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഈ നിലയിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ വരാം എന്ന് പറഞ്ഞ് തിരക്കിട്ട ജീവിതങ്ങൾ ഈ നിലയിൽ വരികയും ഈ കാര്യത്തിൽ സഹകരിക്കുകയും ചെയ്ത പ്രിയ രാജു കെ തോമസിനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ട്രോഫി വിതരണം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിൽ ആദ്യമേ വിളിക്കുന്നത് SSLC ആണ്. 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ടുള്ള കുട്ടികളെയാണ് വിളിക്കുന്നത്. CBSEയിൽ സ്റ്റാനിയ തോമസ് മണ്ണാരക്കുളഞ്ഞി. അടുത്തത് അക്സ ജെ തോമസ് കോന്നി. അടുത്തത് ലിൻസ തങ്കം ചാൾസ്, എലന്തൂർ ഈസ്റ്റ്. അടുത്തത് ബെനോ സാംബിനു, ചാന്തുകാവ്. ജസ്വിൻ ബി ചോസ്, നന്നൂക്കാട്. അടുത്ത ഷെറിൻ വർഗീസ്, മൈലപ്ര. എല്ലാവരും നല്ലതായിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. MDO സാർ അടുത്ത് കൊടുക്കാനായിട്ട് ക്ഷണിക്കും. ICSൽ അക്സ മറിയം ബെന്നി, എലന്തൂർ ഈസ്റ്റ്. ജസ്റ്റിൻ നോയൽ, പത്തനംതിട്ട. ജെയ്സി നോയൽ, പത്തനംതിട്ട.
അടുത്ത കേരള സിലബസ് ആണ്. ജോസ് ഫിലിപ്പ്. എൽസൺ രാജൻ അബ്രഹാം മുണ്ടുകോട്ടയ്ക്കൽ. നാഥാൻ സി മാത്യു മൈലപ്ര. ഏബൽ ഷാം സീതത്തോട്. നിതിൻ സോമൻ വന്നിട്ടുണ്ടോ? നിതിൻ സോമൻ ഇല്ല. അടുത്ത ചാണ്ടപ്പിള്ള ഫിലിപ്പ്. ജിബിൻ ചാക്കോ കോന്നി. കസിയ ജെയിംസ് തന്നിത്തോട്. ഫെബിൻ രവി സീതത്തോട്. അടുത്ത രാഖിമോൾ വി കെ കുടപ്പന. ബ്ലസൻ വർഗീസ് ചാന്ദഗാവ്. വിഷ്ണു എം ആർ ഇലന്തൂർ ഈസ്റ്റ്. ജിൻസി ബിജു ചെങ്ങറ. അടുത്തത് പ്ലസ് ടുവിനുള്ളതാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അലക്സ് കുട്ടിയെ ക്ഷണിക്കുന്നു. ജെമി തോമസ് കുമ്പഴ. ബെറിൽ രാജൻ അബ്രഹാം മുണ്ടുകോട്ടയ്ക്കൽ. ജസ്റ്റിസ് എം അബ്രഹാം മല്ലശ്ശേരി. ശാലിനി എസ് ജി എലന്തൂർ ഈസ്റ്റ്. കെ എ ഫിലിപ്പ് സാർ. അക്സ ജെയിൻ ബാബു മണ്ണാരക്കുളഞ്ഞി. സേതുദാസ് ടി കെ മുണ്ടുകോട്ടയ്ക്കൽ. അൻസൺ സി തോമസ് മണ്ണാരക്കുളഞ്ഞി. പ്രൊഫസർ എം ജെ കുര്യൻ. ലിബിൻ പി ജോൺസൺ സീതത്തോട്. രാജിമോൾ വി കെ കുടപ്പന. ഡോണ മറിയം മാത്യു മൈലപ്ര.
അടുത്ത CBSE ആണ്. പ്രൈസ് ബാബു എബ്രഹാം മൈലപ്ര. ജീനി ജോൺസൺ പരിയാരം. ICSE ആണ്. ബെൻസി സാറ ബെന്നി ഇളന്തൂർ ഈസ്റ്റ്. ഈ കാര്യത്തിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായ ചീഫ് ഗസ്റ്റ് അവരോടുള്ള പ്രത്യേകമായ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇത് സ്വീകരിച്ചതായ കുട്ടികൾ അവരെക്കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊരു സംരംഭം ഉണ്ടാക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വേണമെങ്കിൽ ഇത് നേരത്തെ തന്നെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഇത് ഇവിടെയുള്ള സെൻട്രൽ ഭാരവാഹികളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ മെച്ചമായ നിലയിൽ കർത്താവിന് വെച്ചാൽ ഇതിലും കുറച്ചുകൂടെ നന്നായ നിലയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്. ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ സമ്മാനം വാങ്ങിച്ച കുട്ടികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ദൈവദാസന്മാരും ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. കെ ഫിലിപ്പ് സാറ് അവരെ ദൈവകരങ്ങളിൽ നമ്മെ ഇത്ര ഉയർത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഏവർക്കും പരിചിതമുള്ള സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിട്ടുന്ന സ്നേഹമോടെ ഞാൻ എന്നുള്ള പാട്ടുണ്ട്. അത് നമുക്ക് ചേർന്ന് പാടാം. അതിന്റെ എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും എന്ന് ഞാൻ പാടും. എല്ലാവരോടും ചേർന്ന് ദൈവം എനിക്ക് തന്നതൊക്കെ എന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് പാടുവാനായിട്ട് ഇടയായി തീരട്ടെ. 1-2 ചരണങ്ങൾ മാത്രം നമുക്ക് പാടാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്ക് തന്നതൊക്കെ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കെ ഫിലിപ്പ് സാർ ഈ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അതിസന്തോഷം തരുന്ന ഈ സന്ദർഭത്തിനായിട്ട്, ഈ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾക്കുള്ള സർവവും അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്.
എന്തൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം അങ്ങേക്ക് ഞങ്ങളുടെ സേവനമായി, ഞങ്ങളുടെ ശുശ്രൂഷയായി തിരിച്ചു തരികയാണ് കർത്താവേ. ഈ ചെറു ജീവിതങ്ങൾക്കായിട്ട്, ഈ കുരുന്ന ജീവിതങ്ങൾക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരെ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് നൽകി എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രശസ്ത വിജയം കൈവരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിച്ചു. കർത്താവെ, നന്ദിയോടുകൂടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഭാവി അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് അവിടുന്ന് നൽകിയ എല്ലാ കഴിവുകളും വാസനകളും താലന്തുകളും എല്ലാം തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരവർ ഇനിയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അങ്ങേക്ക് വേണ്ടി ശോഭിക്കുവാൻ, ഏത് സ്ഥാനത്താണോ അവിടുന്ന് ആക്കുന്നത് അവിടെ പ്രകാശമയമാക്കുവാൻ, അവിടെ പ്രഭ തളിക്കുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജീവിതങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഇവരോടൊപ്പം ഞങ്ങൾക്ക് അല്പസമയം ചിലവാക്കുവാൻ അവിടുന്ന് കൃപ നൽകിയുകൊണ്ട് സ്തോത്രം. ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാർക്കായി സ്തോത്രം. അവരെ അഭ്യസിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകർക്കായിട്ട് സ്തോത്രം. അവരെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകർക്കായി സ്തോത്രം. കർത്താവെ, ഈ നില അവർ മുന്നോട്ട് കൊണ്ടുപോകുവാനും ബൗദ്ധികമായും ആത്മീയമായും ശാരീരികമായും അവർ വളർന്ന് കർത്താവെ അങ്ങേക്ക് വേണ്ടി അവർ നിലനിൽക്കുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അവരിൽ നിന്ന് കേട്ടതുപോലെ തന്നെ കർത്താവ് അവരെ വിളിക്കുന്നെങ്കിൽ ആ വിളിക്ക് മറുപടി കൊടുത്തുകൊണ്ട് കർത്താവിന് വേല ചെയ്യുവാനും അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും കർത്താവിൻ്റെ വേലയിൽ അവർ വർദ്ധിച്ചു വരുവാനിടയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിവരവിനായി സ്തോത്രം. ഇത് സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, ബാലസംഘം പ്രവർത്തകർക്കായിട്ട്, എല്ലാവർക്കായിട്ടും ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. എല്ലാ നന്മയിലും ഞങ്ങളെ വരുന്ന ദിവസങ്ങളിൽ വഴി നടത്തണം. ഇത് കർത്താവെ, ഈ വിശ്വാസികളുടെ സഭയുടെ മുതൽകൂട്ടാണ്, ആക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ ഓർത്ത് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാനിടയാകണം. ഇവരെ ധാരാളമായി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവേൻ, അവരെ തടയരുത് എന്ന് പറഞ്ഞ കർത്താവ്, അവരെ അനുഗ്രഹിച്ച കർത്താവ് ഇവരെയും അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും വർദ്ധിപ്പിച്ച് ഐശ്വര്യപൂർണ്ണമാക്കണം എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായിട്ടെല്ലാം ചെയ്യണം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആശംസാ സന്ദേശത്തിനായി 2 പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രാരംഭമായി ബ്രദർ ജോസ് ഫിലിപ്പ് കുമ്പഴ. അദ്ദേഹം തന്റെ ജോലിയിൽ പത്തനംതിട്ട പ്രദേശങ്ങളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ആത്മീക കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ സഹോദരനാണ്. YME പത്തനംതിട്ട സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം, ബ്രദർ ജോസ് ഫിലിപ്പ് കുമ്പഴ. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഓർത്ത ഒരു കാര്യം വളരെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധികളെ ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നാം കേൾക്കുന്ന കഥകൾ, വാർത്താമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന സംഭവങ്ങൾ വളരെ ലജ്ജാകരമാണ്. ഞാനപ്പോൾ ഓർത്തത് ഒരു കാര്യം, ഞാനത് കുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു ലേഖനമായി. നമ്മുടെ സമൂഹത്തിൽ അപകടകരമായിരിക്കുന്ന നിലയിൽ നടക്കുന്ന വ്യക്തിവൽക്കരണമാണ്
ഇന്ന് കാണുന്ന ഈ അരാജകത്വത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണം എന്ന് എന്റെ മനസ്സിലേക്കൊരു ചിന്ത കടന്നു വന്നു. സമൂഹം കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറി. അണുകുടുംബങ്ങൾ ഇന്ന് ഈ കുടുംബങ്ങളിൽ വ്യക്തിവൽക്കരണം നടക്കുന്നു എന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യ ദുഃഖവുമായി മനുഷ്യൻ കൂട്ടായ്മകളില്ലാതെ കൂടിച്ചേരലുകൾ ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ വ്യക്തിവൽക്കരണം മനുഷ്യനെ മനോരോഗിയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനോരോഗിയായി മനുഷ്യൻ മാറുമ്പോൾ ഏത് ക്രൂരമായ പ്രവൃത്തികളും ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചെയ്യുവാൻ യാതൊരു മടിയും അറപ്പും ഇല്ലാത്ത നിലയിൽ നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു ചിന്തയായി തന്നെ ഇരിക്കും. എന്നാൽ നാം ഇവിടെ ഓർത്തുകൊണ്ടിരുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാലസംഘം, YMEF, സ്ഥലം സഭയിലെ സൺഡേ സ്കൂൾ, ബൈബിൾ ക്ലാസ്, ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും കൊണ്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാൻ, സമ്പന്നമാക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. നാം ഓർത്തുകൊണ്ടിരുന്നത് പോലെ മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും എന്നുള്ള വാക്കുകൾ ഇവിടെ ഓർപ്പിച്ചു. അവർക്ക് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവരുടെ പഠനത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയുവാൻ തക്കവണ്ണം ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന കാര്യമായി ഇരിക്കുന്നത്. ഇവിടെ അഭിമുഖം നടത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും പറഞ്ഞില്ല, ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ആണ് അവർ പഠിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ സ്ഥലം സഭയിലെ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എമി തോമസ് എന്നാണ് അവളുടെ പേര്. അവളും അവാർഡിന് അർഹത ലഭിച്ച ഒരു പെൺകുട്ടിയാണ്. എല്ലാ ആത്മീയമായിരിക്കുന്ന ശുശ്രൂഷകൾക്കും വളരെ നേരത്തെ തന്നെ സ്ഥലം സഭയിലെ ബൈബിൾ ക്ലാസ് നടത്തുന്നത് ഞാനാണ്. എല്ലാ ബൈബിൾ ക്ലാസ്സിനും ക്രമമായി കൃത്യമായി വരികയും ഏറ്റവും മുമ്പിൽ വന്നിരുന്ന് അവിടെ എടുക്കുന്ന ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിക്കൊണ്ടു പോവുകയും അടുത്ത ആഴ്ച വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് എമി. മറ്റുള്ള കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ കരുതിയ. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും മുൻസ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് അവരായിരിക്കുന്ന കലാലയങ്ങളില്, സ്കൂളുകളില് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ അവർക്ക് ഇടയായി തീർന്നു. അങ്ങനെ ഇടയായി തീർന്നതോടൊപ്പം അവരുടെ പഠനത്തിൽ ഏറ്റവും മികവ് കാണിക്കുവാൻ തക്കൊണ്ട് അവർ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രോത്സാഹനജനകമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ. ഇന്ന് ഈ അവാർഡുകൾക്ക് അർഹരായ കുട്ടികളെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. കടന്നു വന്നിരിക്കുന്ന യുവദാസന്മാരെയും ഇവിടെയുള്ള മാതാപിതാക്കന്മാരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇനി ഉപരിപഠനത്തിന് വേണ്ടി ഒരു വലിയ പ്രശ്നമാണ് എന്ത് സബ്ജക്ട് തിരഞ്ഞെടുക്കും, ഏത് നിലയിൽ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയും, എവിടെ അഡ്മിഷൻ കിട്ടുവാൻ തക്കവണ്ണം കഴിയും. ഇതൊക്കെ +2 പാസ്സായ കുട്ടികളെയും മാതാപിതാക്കന്മാരെയും വളരെ കുഴയ്ക്കുന്ന പ്രശ്നമാണ്. എന്നാൽ നമുക്ക് ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ്. ആ ഗൈഡൻസ് നമുക്ക് ലഭിക്കുമെങ്കിൽ തുടർന്നുള്ള പഠനത്തിലും നമുക്ക് ഈ മികവ് പുലർത്തുവാൻ തക്കവണ്ണം കഴിയും. ദൈവം നാം ചെല്ലേണ്ടുന്ന സ്ഥാനത്ത് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും. ഈ സമൂഹത്തിൽ ഏറ്റവും നന്നായി പഠിച്ച് ഉത്തമ പൗരന്മാരായി സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഒക്കെ പ്രയോജനമുള്ള മക്കളായി തീരുവാൻ അവർക്കിടയായിത്തീരും. അതിന് അടിസ്ഥാനമിട്ട് കൊടുക്കുന്നത് ബാലസംഘവും സ്ഥലം സഭയിലെ സൺഡേ സ്കൂളും സ്ഥലം സഭയിലെ കുടിവരകളും കൂട്ടായ്മകളും ഒക്കെയാണ്. നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ഏറെക്കുറെ ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കഴിഞ്ഞ നാളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ബാലസംഘത്തിന്റെ പ്രവർത്തകരെയും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാറ്റിനും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ ജീവിതത്തിലും കൂടി കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം ഇന്നുവെന്നും സദാകാലങ്ങളിലും വാഴ്ത്തപ്പെടുന്നതാകട്ടെ.
തുടർന്ന് ആശംസാ സന്ദേശം അറിയിക്കുന്നത് പ്രൊഫസർ MJ കുര്യൻ സാറാണ്. പത്തനംതിട്ട കാതോലിക് കോളേജ് പ്രൊഫസറായിരുന്ന അദ്ദേഹം റാന്നി മണ്ണാറത്തറ സ്വദേശിയാണ്. തന്റെ ജോലിയിൽ വളരെ മികച്ച നിലവാരം അദ്ദേഹം പുലർത്തിയിരുന്നു. അപ്പോൾ തന്നെ ആത്മീകമായ കാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം സഹകരിച്ചു വരുന്ന അനുഗ്രഹീതനായ സഹോദരനാണ്. YMF സൗത്ത് ഡിവിഷന്റെ പ്രയർ കോർഡിനേറ്ററാണ്. റാന്നി സെന്റർ YMFന്റെയും ബാലസംഘത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവ പങ്കാളിത്തം വഹിക്കുന്ന സഹോദരനും സഭയോടുള്ള ബന്ധത്തിലും വളരെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരനുമാണ്. പ്രൊഫസർ MJ കുര്യൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. SLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ തൊക്കണം. സുവിശേഷം ബാലസംഘം പത്തനംതിട്ട സെന്റർ മുന്നോട്ട് വന്നു എന്നുള്ളത് തികച്ചും അനുമോദനാർഹമായ ഒരു സംഭവമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച പത്തനംതിട്ട സെന്റർ എല്ലാ ഭാരവാഹികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രശസ്ത വിജയം നേടിയ കുഞ്ഞുങ്ങൾ ഇവിടെ ബിനു സ്വാമിൽ സാറ് അഭിമുഖം പറഞ്ഞപ്പോൾ അവരോട് ചോദ്യം ചോദിച്ചു. ചിലരോട് ചോദിച്ചു, ഇനിയും നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. പലരും പറഞ്ഞ മറുപടി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്താക്കി തീർക്കുന്നോ ആ നിലയിൽ ആയിത്തീരാൻ തക്കണം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നല്ലൊരു തീരുമാനം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലുള്ള കടപ്പാടുകൾ നമുക്കുണ്ട്. ആ നിലയിൽ ഭാവിയിൽ ഞാൻ ആരായിത്തീരണം എന്നുള്ള ഒരു ഉത്തരവാദിത്വവും ലക്ഷ്യബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ളത് ഈ തരണത്തിൽ വിസ്മരിക്കാൻ പാടില്ല. SLC കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന കുട്ടികൾ +2 ലെവലിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയായിത്തീരണമെന്നുള്ളത് തീരുമാനിക്കാൻ തക്കമുള്ള കോഴ്സുകളാണ് സാധാരണ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ഭാവിയിൽ ആരായിത്തീർന്നുള്ള ലക്ഷ്യബോധം മനസ്സിലായിക്കൊണ്ട് വേണം ആ കോഴ്സ് തിരഞ്ഞെടുക്കാൻ തൊക്കണം ആഗ്രഹിക്കേണ്ടതെന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തിത്തീരാൻ തൊക്കണം സാധിക്കുകയുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എന്നെ മറ്റുള്ളവർ മാനിക്കണം, എനിക്ക് സൽകീർത്തി വേണം, എനിക്ക് ദീർഘായുസ് വേണം, ധനം വേണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം അതിനുവേണ്ടിയാണല്ലോ പരിശ്രമിക്കുന്നത്. മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കണം എന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. മറ്റുള്ള മുമ്പിൽ നമുക്ക് മാനം വേണം, പ്രശസ്തി വേണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. മറ്റുള്ളവരെക്കാട്ടിൽ നമുക്ക് ധനം വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ദീർഘകാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇതൊന്നും തെറ്റല്ല, നല്ല കാര്യം തന്നെയാണ്. ഇതിനൊക്കെ എന്ത് വേണം എന്നുള്ളത് നാം ചിന്തിക്കുകയാണെങ്കിൽ ധനവാന്മാരിൽ ധനവാനായും ജ്ഞാനികളിൽ ജ്ഞാനിയുമായിരുന്ന ഒരു വക്താവ് പറഞ്ഞൊരു വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, അതോടൊപ്പം തന്നെ ഇത് സർവ്വവും നമുക്ക് ലഭിക്കും. ഇവിടെ പറഞ്ഞ കുട്ടികൾ തന്നെ അതാണ് പറഞ്ഞത്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകി തന്ന കഴിവുകൾ വിനിയോഗിച്ചപ്പോൾ അവരവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുൻപന്തിയിൽ എത്തുവാൻ തക്കണം സാധിച്ചു. നിശ്ചയമായിട്ടും ദൈവിക ജ്ഞാനം, അതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ ഇതൊക്കെയും നമുക്ക് ലഭിക്കുമെന്നുള്ളത്. വാസ്തവത്തിൽ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ 22-ാം അധ്യായത്തിലും പറയുന്നത് അതുതന്നെയാണ്. സർവ്വതും മാറ്റിവെച്ചുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, അത് നമ്മളെ ഉയർത്തും. ആ നിലയിൽ ഉയരുവാൻ തൊക്കണം. ദൈവിക വചനത്തിൽ അടിവച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവിക വചനം പ്രമാണിക്കുവാൻ തൊക്കണം. ജഗദീശ് നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയം നേടുവാൻ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ലക്ഷ്യബോധം ആവശ്യമാണ്. ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ ലക്ഷ്യബോധം മാത്രം പോരാ, ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയുള്ള അശ്രാന്തമായ പരിശ്രമവും ആവശ്യമാണ്. വിശ്രമം കൂടാതെ അക്ഷീണമായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ അക്ഷീണമായ പരിശ്രമവും അത് മാത്രം മതിയോ? പോരാ, സ്ഥിരോത്സാഹം ആവശ്യമാണ്. ഇന്ന് നാം തീരുമാനിക്കും, ഞാൻ നല്ലപോലെ ഭംഗിയായി പഠിക്കും, നല്ലതിൽ എത്തിച്ചേർന്ന് ആഗ്രഹിക്കും. പക്ഷേ നാളെ അത് മറന്നുപോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകുകയില്ല. അതുകൊണ്ട് സ്ഥിരോത്സാഹം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇതിനൊക്കെ ഉപരിയായി ഏറ്റവും അത്യാവശ്യം വേണ്ടത് യഹോവയുള്ള ആശ്രയമാണ്. യഹോവയെ തന്നെ ആശ്രയിക്കുക, അവൻ നിന്നെ പരിപാലിക്കും. യഹോവ തന്നെ ആശ്രയമാക്കി വെക്കുക എന്നതിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലേക്ക് എത്തുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊണ്ട് യഹോവയിലുള്ള ദൃഢമായ വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കണം. നിങ്ങൾ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ ഓർമ്മിപ്പിക്കരുത്. ധാരാളം മാതാപിതാക്കൾ വന്നിട്ടുണ്ടല്ലോ, അവരുടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഇതൊക്കെ സാധിക്കും, നിങ്ങളുടെ മക്കൾക്ക് സാധിക്കും. എപ്പോൾ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല. വാസ്തവത്തിൽ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം
അതിനേക്കാളുപരിയായിട്ടുള്ളത് മാതാപിതാക്കളാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബാലൻ ഏത് നിലയിൽ വരണം എന്നുള്ളത് നിശ്ചയമായിട്ടും മാതാപിതാക്കൾ കൂടെ അവരെ വഴിനിർത്തിയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് നിശ്ചിന്തം പറയാൻ തുടങ്ങും. ഇപ്പോൾ ജോസഫ് സാർ പറഞ്ഞ പോലെ നമ്മുടെ ഭാവി തലമുറയുടെ മൂല്യബോധങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിശ്ചയമായിട്ടും അവരെ മൂല്യബോധമുള്ളവരായി സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരമായി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. ആ നിലയിൽ ഭാവി പൗരന്മാരെ തീരുമാനം വെക്കണം. ജഗദീശ്വരൻ ഈ വിദ്യാർത്ഥികൾക്ക് ഇടയാകട്ടെ എന്ന് ആത്മഹത്യ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമമായി പെടുമാറാകട്ടെ. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ദൈവത്തിന്റെ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ ജോബി ഒരു ഗാനം ആലപിക്കുന്നതാണ്. ആ സമയത്ത് സ്തോത്രകാഴ്ചയും എടുക്കുന്നതാണ്. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യയാർത്തു പാടു സുത്തരുത്തു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യയാർത്തു പാടും സുത്തരുത്തു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കൃതജ്ഞത അറിയിക്കുവാനായി ബഹുമാനപ്പെട്ട OT ചെറിയാൻ അവരുകളെ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായ ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനം ചെയ്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സ്റ്റേജിലെ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാര്, അവാർഡ് വാങ്ങിയ പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ പ്രത്യേക സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. സുവിശേഷൻ ബാലസംഘം പത്തനംതിട്ട സെന്റർ തുടർമാനമായിട്ട് ഏതാണ്ട് 23 വർഷക്കാലമായിട്ട് ക്യാമ്പ് നടത്തിക്കൊണ്ടു പോരുകയാണ്. ആദിമകാലങ്ങളിൽ ഞാൻ അനേക വർഷം ഈ ക്യാമ്പിന്റെ സെൻട്രൽ പ്രസിഡന്റായിട്ടിരുന്നിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഇങ്ങനെയുള്ളൊരു ആശയം മനസ്സിൽ കടന്നുപോയില്ല. ഇത് മറ്റ് സമുദായസ്ഥർക്കുള്ളതാണ് അവാർഡ് ദാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയതാണോ ഇത്? എന്നാൽ കാലങ്ങൾ മാറി ഇങ്ങനെയൊരു ചിന്ത ഇപ്പോഴത്തെ അതിന്റെ ചുമതലപ്പെട്ടവർക്ക് കർത്താവ് കൊടുത്തു. തീർച്ചയായിട്ടും അത് വളരെ അഭിനന്ദനീയമാണെന്നുള്ളത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ വർഷം 9ൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന കുട്ടികൾക്കും
അതുപോലെ തന്നെ പ്ലസ് ടുവിന് കയറിയുള്ള കുട്ടികൾക്ക് ഇതൊരു വലിയ പ്രചോദനമാണ്. തീർച്ചയായിട്ടും അവർ ഇന്നു മുതൽ അവരുടെ ആ ശ്രദ്ധ പഠനത്തിലൊരു വ്യത്യാസം വരുത്തുമെന്നുള്ളൊരു സംശയമില്ല. കാരണം അടുത്ത വർഷം ഇതുപോണക്ക് ഇവിടെ വന്ന് ഞങ്ങൾക്കും ഒരു അവാർഡ് വാങ്ങണമെന്നൊരു ചിന്ത അവരുടെ ഹൃദയത്തെ ഇപ്പം തന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് സഹായിക്കട്ടെ. പക്ഷേ കുട്ടികൾ അധികം പേര് വന്നിട്ടില്ല ഇത് കേൾക്കുവാൻ. എന്നിരുന്നാലും നിങ്ങൾ പോയി പറയണം, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരാളിപ്പോൾ പ്ലസ് ടുവിലുണ്ട് ഈ വർഷം. തീർച്ചയായിട്ടും പ്രിയ പ്രൈസാണത്. പ്രൈസ് എനിക്ക് വന്ന് പഠിക്കാനൊക്കെ ഒന്നുകൂടെ ഈ വർഷം ഉത്സാഹം കാണിക്കും. മാത്രമല്ല ഞങ്ങളുടെ സഭയിൽ നിന്ന് CBSE 10ാം ക്ലാസ് പാസ്സായ ജസ്വിൻ വന്നിട്ടുണ്ട്. അവന് ഞായറാഴ്ച ലളിത ടീച്ചറിന്റെ ട്യൂഷന് പോയിട്ടല്ല കിട്ടിയത്. ഇന്ന് നമുക്കറിയാം ഞായറാഴ്ച രാവിലെ പിന്നെ കർണാരം മാസ്റ്ററിനും ലളിത ടീച്ചറിനും ഒക്കെ ഞായറാഴ്ച രാവിലെ ഉള്ളൂ ട്യൂഷൻ എടുക്കാൻ സമയം, കണക്കിന്റെയും സയൻസിന്റെയും ഒക്കെ. പിള്ളേർ കണക്കിൽ അതൊക്കെ വലുത്. അപ്പോൾ സൺഡേ സ്കൂളിൽ വരേണ്ട മോനെ ട്യൂഷൻ വയ്ക്കൂ. ഇവിടെ വന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ രാവിലെ സൺഡേ സ്കൂളിൽ മുടക്കിയിട്ട് ട്യൂഷന് പോയി പഠിച്ചവരല്ല. 10 A+ വാങ്ങി, അതുകൊണ്ട് തന്നെ ഹൈ സ്കോർ ICSE CBSE ആരും എനിക്ക് തോന്നുന്നില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ട്യൂഷന് പോകുമെന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സൺഡേ സ്കൂൾ സാരമില്ല, നമുക്ക് പിന്നെ വേണമെങ്കിലും പഠിച്ചെടുക്കാം. പക്ഷേ ഈ വർഷം കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ കൂടുതൽ ആ രീതിയിൽ എല്ലാ നിലയിലും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അതോർത്ത് സ്തോത്രം. ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ സമുദായത്തിലാണ്. അന്ന് ഞങ്ങൾക്കുള്ള സമ്മാനം, ഞാൻ 1ാം സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വകുപ്പാണ്, കുമാരവകുപ്പ്, ബാലവകുപ്പ്, ജ്യേഷ്ഠവകുപ്പ്, ഇങ്ങനെയുള്ള വകുപ്പുകളാണ്. അപ്പം ഞാൻ ഈ ബാലവകുപ്പിലും കുമാരവകുപ്പിലും ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം എന്താണെന്നറിയാവോ? പെൻസിലാണ്. ഈ നമ്മളതിനെന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മൾ എഴുതുന്ന വെറും പെൻസിൽ, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഒരു കുപ്പി ഗ്ലാസ്. ഇതിൽ കൂടി ഒരു സമ്മാനം ഞങ്ങൾക്ക് ആർക്കും അന്നത്തെ കാലത്ത് കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് നോക്കണം, നല്ല 1ാം ക്ലാസ് ട്രോഫി. കാലാകാലങ്ങളിൽ ഷോക്കേസിലിരുന്നാൽ ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അടുത്ത വർഷം ഇതിലും മെച്ചമായതാ, അതല്ലേ? അപ്പം ഇനി അടുത്ത വർഷം സിൽവറിലോ ഈവൻ ഗോൾഡ് പ്ലേറ്റഡോ ആയിരിക്കും നിങ്ങൾ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് മിടുക്കരായിട്ട് പഠിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് മാത്രമല്ല, ഇതിന്റെ പിൻപിലെ നമ്മെ സഹായിച്ച സർവ്വ കൃപാലുവായ ദൈവത്തിന് ആദ്യമായിട്ട് എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ഇന്ന് ലീഡ് ചെയ്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ PJ ജെയിംസ് അവർക്ക് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഞാൻ ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യ സന്ദേശം നൽകുവാൻ തക്കണം ഇന്നിവിടെ കടന്നു വന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ചാണ്ടപ്പിള്ള അവറുകൾ, അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്തെ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല നമുക്ക് വിഷ്വലൈസ് കൂടെ മനോഹരമായ ഒരു സന്ദേശം നൽകി കടന്നുപോയ കർത്താവിന്റെ ദാസൻ ജോർജ് കോശി അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആശംസ സന്ദേശങ്ങൾ നമുക്ക് നൽകി തന്ന കർത്താവിന്റെ ദാസന്മാരായ ജോസ് ഫിലിപ്പ്, പ്രൊഫസർ MJ കുര്യൻ സാർ മുതലായവരോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. സമയച്ചുരുക്കത്താൽ ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. ദൈവം നമ്മെ എത്രത്തോളം സഹായിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൊടുക്കുവാൻ തപ്പം ട്രോഫികൾ സ്പോൺസർ ചെയ്ത പല പ്രിയപ്പെട്ടവരെ നമുക്കിടെ കാണുവാൻ തക്കൊണ്ട് പ്രത്യേകിച്ച് ട്രോഫികളെ സ്പോൺസർ ചെയ്ത കർത്താവിന്റെ ദാസൻ രാജു കെ തോമസ് അവരോടുള്ള പ്രത്യേക നന്ദി ഈ സദസ്സിന്റെ പേരിൽ, ബാലസന്ധിന്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ലീഡേഴ്സായിട്ട് ഇന്നിവിടെ കടന്നു വന്ന മറ്റ് അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ടവരുടെ പേരുകളൊക്കെ നാം ഇവിടെ വായിച്ചു കേട്ടല്ലോ. പേരെടുത്ത് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കർത്താവ്, അവരുടെ പ്രസ്ഥാനങ്ങളെ ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അവരോടുള്ള പ്രത്യേക നന്ദി ഈ തരുണത്തിൽ ഞാൻ അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവാർഡ്, ഈ ട്രോഫി ഇവിടെ വിതരണം ചെയ്യുവാൻ തക്കണം നിയോഗിക്കപ്പെട്ട പല കർത്തദാസന്മാർ, പ്രത്യേകിച്ച് ഡോക്ടർ നോബിള്, ഡോക്ടർ രാജു കെ തോമസ്, ഡോക്ടർ രാജു മേക്കടൂര്, അവരൊക്കെ ഇന്നിവിടെ കടന്നു വന്ന് ആ ശുശ്രൂഷ നിർവഹിച്ച് അവരോടുള്ള പ്രത്യേക നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റേ പലരും അത് നിർവഹിച്ചു. അവരെല്ലാം 4 ബാലസംഘത്തിന്റെ അംഗങ്ങളായതുകൊണ്ട് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കർത്താവ് സഹായിക്കട്ടെ. കൂടാതെ ഇന്ന് കുഞ്ഞുങ്ങളെ കൂട്ടി ഇവിടെ വന്ന എല്ലാ പേരൻസിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൽഡേഴ്സായിട്ട്, ഡീക്കൻസായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയ ദാസിമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് കുട്ടികളായിട്ട് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അത് എല്ലാ നന്ദിയും അറിയിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷൻ ബാലസംഘം ജനറലിന് ഇതിനെ പ്രത്യേക താല്പര്യമെടുത്തല്ലോ. അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ബിനു ശാമേലിനെ പ്രത്യേക നന്ദി തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ശുശ്രൂഷകളിലെ ഫോട്ടോഗ്രാഫിയിൽ സഹായിച്ച, ഫോട്ടോഗ്രാഫി എടുത്ത,
അതുകൊണ്ട് തന്നെ പ്രസ് റിപ്പോർട്ടേഴ്സ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്യാനൊന്നുമില്ലെങ്കിൽ എല്ലാം ഹൃദയത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി വരുമ്പോൾ അത് വായിച്ച് കേൾക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ കൊയർ ലീഡ് ചെയ്ത ആ പ്രിയ സഹോദരനെ ജോബിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഹാരം ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. കടന്നു വന്ന എല്ലാവരും ആഹാരം കഴിച്ച് കടന്നു പോകാവുന്ന ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ആരെങ്കിലും ഇതിന്റെ പിൻപിൽ അധ്വാനിച്ച ധാരാളം പേരുണ്ട്. നമുക്കറിയാമല്ലോ, എബി കെ ജോർജ്, ഷോജി, അതുപോലെ തന്നെ മറ്റ് കോന്നിയിലെ മോനച്ചന്, മറ്റ് പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ടുള്ള അധ്വാനമല്ല, അനേക നാളുകളായി ഇതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ടായി, അധ്വാനമുണ്ടായി. അവരെല്ലാം ഇതിന്റെ പിൻപിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ തക്കോണം അവർക്ക് കൊടുത്ത പ്രേരണയ്ക്കായിട്ടും അവരുടെ അധ്വാനത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അവരെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. എല്ലാ നിലയിലും കർത്താവ് എത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് മനഃപൂർവ്വമല്ല, ദൈവനാമത്തിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമ്മേളനം അനുഗ്രഹകരമായി പര്യവസാനിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1:20 ഇത് തീരും എന്നാണ് പ്രോഗ്രാം ഷീറ്റിൽ നാം കൊടുത്തിരിക്കുന്നത്. അതിന് 2-3 മിനിറ്റ് മുമ്പ് തന്നെ ഇത് അവസാനിക്കുന്നതാണ്. ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും 1 മിനിറ്റ് പോലും കൂടുതലെടുക്കാതെ വളരെ കൃത്യമായി അത് നിർവഹിച്ചു. പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ YMF സുവിശേഷൻ ബാലസംഘം പത്തനംതിട്ട സെന്ററിന്റെ പ്രസിഡന്റായിരിക്കുന്ന ബ്രദർ എബ്രഹാം സിസാബ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവിടെ ഓർപ്പിച്ചതുപോലെ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകാവൂ. നമുക്കെല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ നമ്മളെ സഹായിച്ച ഒരുവനായ ദൈവത്തിന് മുൻപാകെ നമ്മുടെ തലവളെ ഉണക്കാം. സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അടിയങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ വലിപ്പത്തെയും മഹത്വത്തെയും ഞങ്ങൾ ഇന്ന് ഓർത്ത് അവിടുത്തെ സന്നിധിയിൽ സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന പിതാവേ, ഇത്ര വലിയവനായ ദൈവം ഞങ്ങളെയും സ്നേഹിച്ചു അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ ഞങ്ങൾ പ്രസാദിച്ച വലിയ കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ദാനങ്ങളുമായി അവിടുത്തെ മഹത്വമാർസനിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾക്ക് ഇടയാക്കിയതോർത്ത സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ച് നൽകിയ ഈ സന്തോഷ നിമിഷങ്ങൾക്കായിട്ട്, ഈ സന്തോഷ ദിവസത്തിനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് മക്കളെ നൽകി. അവിടുന്ന് നൽകിയ ദാനങ്ങളെ അവിടുത്തെ വഴിയിൽ വളർത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ അവിടുന്ന് ഇത്രത്തോളം മാനിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും കർത്താവെ. മോശയോട് കൽപ്പിച്ച പ്രകാരം കർത്താവെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഈ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെയും അവിടുത്തെ വഴികൾ അഭ്യസിപ്പിച്ച് വളർത്തുവാൻ തക്കവണ്ണം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവെ, ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അടുത്ത പഠനങ്ങളിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ സന്നിധിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എങ്കിലും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആ നിലയിൽ ആണ് ജീവിക്കുന്നതെങ്കിലും അവരെ അവിടുന്ന് ഇത്രത്തോളം കർത്താവെ അവിടുത്തെ കൊള്ളാവുന്നതിനായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയല്ലോ അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ സാക്ഷ്യങ്ങൾ കൂടെയും ഞങ്ങളത് കേൾക്കുകയായിരുന്നു കർത്താവെ. അവരായിരുന്ന സ്ഥാനങ്ങളിൽ അവിടുത്തെ മക്കളെന്നുള്ള ആ വലിയ ചിന്തയിൽ തന്നെ അവർക്കായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചല്ലോ. തുറന്ന നാളുകളിൽ അവർ ദേശത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ അവിടുത്തെ മക്കളെന്നുള്ള ആ വലിയ പദവിയിൽ തന്നെ അവർ ജീവിപ്പാൻ തക്കവണ്ണം, സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇവർക്ക് ലഭിക്കുന്ന അഭ്യസനം ആ നിലയിൽ അനുഗ്രഹകരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ട ബാലസംഘം സെന്റർ പ്രവർത്തനങ്ങൾ ആ നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായിട്ട് അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്ത് കർത്താവേ. പ്രത്യേകം ഇന്ന്
ശുശ്രൂഷ ചെയ്ത് അവിടുത്തെ ദാസന്മാരെ അവിടുത്തെ സ്ഥാനിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കും കർത്താവെ ആ നിലയിൽ ഞങ്ങളോടെല്ലാവരോടും ഒരുപോലെ ഇടപെടുവാൻ തക്കവണ്ണം അവിടുന്ന് കൊടുത്ത ആത്മപ്രേരണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് പോയൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ അവർക്ക് ജയിച്ച കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പ്രോത്സാഹനമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇന്നലൊരു സമ്മേളനം വിളിച്ചുകൂട്ടി അവരെ ആദരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അനുഭവിച്ചു ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ചുറ്റുപാടുമുള്ള സ്ഥലം സഭകളെ അവിടുത്തെ സ്ഥാനത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആത്മീയ പ്രബോധനങ്ങൾ നൽകി ആത്മീയ വളർച്ചയ്ക്കായിട്ട് അവരുടെ പിൻപിൽ അധ്വാനിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ സ്ഥലം സഭയിലുള്ള എല്ലാവരെയും അവിടെ സഹായിക്കുന്നു. അത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരും നശിച്ചു പോകാതെ ഈ ലോകത്തിന്റെ മക്കളായി തീരാതെ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം അവരെല്ലാവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കേട്ടവരെ അവരെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് അവർ ജീവിതത്തിൽ അംഗീകരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകൾ ചെയ്ത അവിടുത്തെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. അവരെയൊക്കെയും തുടർന്നുള്ള നാളുകളിൽ അവിടെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയയും സൂട്ടിക്കായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ശാരീരികമായിട്ട് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുവെങ്കിലും ഇത്രത്തോളം ഇന്ന് പോയൽക്കാലം ഈ സമ്മേളനത്തെ ലീഡ് ചെയ്യുവാൻ തക്കൊണ്ട് അവിടുന്ന് കൊടുത്ത എല്ലാ കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന പിതാവേ. അടിയങ്ങളിപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മടങ്ങി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. അവിടുത്തെ കൃപയും സാന്നിധ്യവും ധാരാളമായിട്ട് വരുന്ന ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ തക്കൊണ്ടും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളെ ആക്കി വയ്ക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ അങ്ങേക്ക് വേണ്ടി നിലനിൽപ്പാൻ അവിടെ തുറന്നും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനിച്ച ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഞങ്ങളോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ലഭിക്കപ്പെട്ട ആഹാരത്തിനായി സ്തോത്രം ചെയ്തിട്ട് പിരിയാം. ഇലന്തൂർ ഈസ്റ്റ് സഭയിൽ നിന്നും പ്രയോയം ജോൺ അവരുകൾ ആഹാരത്തിനായി സ്തോത്രം ചെയ്യുന്നതാണ്. ഒക്കെ വേണ്ടും സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വലിയ ദയക്കായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് ഭക്ഷിച്ച് ബലപ്പെട്ട് അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.